വടവാതൂർ ടൂറിസം കേന്ദ്രത്തിൽ നിന്ന് നമുക്കിപ്പം ഷിനോജാണ് ചേരുന്നത്. ഷിനോജ്, എന്താണ് അവിടുത്തെ വൈബ്? അവിടെ മിനി പാർക്കുണ്ട്, ബീച്ചിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്, വ്യൂ പോയിന്റ് ഉണ്ട്, അപ്പം സൂര്യാസ്തമയമൊക്കെ കാണാൻ കുറേ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആര്യ, 2024 വരവേൽക്കാൻ കോട്ടയം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ പുതുവത്സരാഘോഷങ്ങളൊക്കെ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ നഗരങ്ങളിൽ മാത്രമായിരുന്നു എങ്കിൽ ഇത്തവണ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ വടവാതൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ 40 അടി ഉയരമുള്ള ഒരു പാപ്പാഞ്ഞിയെ കാണാം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു പാപ്പാഞ്ഞിയുണ്ട്. ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് ഈ ഗ്രാമം ഒന്നാകെ ന്യൂ ഇയറിനെ സ്വാഗതം ചെയ്യാൻ പോകുന്നത്, ആഘോഷിക്കാൻ പോകുന്നത്, 2024 വരവേൽക്കാൻ പോകുന്നത്. ഈ 40 അടി ഉയരമുള്ള ഈ പാപ്പാഞ്ഞിയെ കൊച്ചിൻ കാർണിവലിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പടക്കം വെച്ച് പൊട്ടിക്കും. അതിനുശേഷമാകും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഇവിടെ കോട്ടയത്ത് സംഘടിപ്പിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇത് കാണുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എവിടെ നിന്ന് എത്തിയേ? ആണോ? ന്യൂ ഇയറൊക്കെ എങ്ങനെയാ? ആഘോഷ വൈബാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ന്യൂ ഇയറൊക്കെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പുള്ളിക്ക് എല്ലാ ദിവസവും ഒരുപോലെ വൈബാണ്. നമ്മളൊരു വേറെ ചേട്ടൻ ഉണ്ട്. ചേട്ടാ, കപ്പലിൻ്റെയൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്. കഴിഞ്ഞ വർഷത്തെക്കാളും ഗംഭീരമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. 2024 ഏറ്റവും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എന്തോ? 2024 ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ചെറിയ ബോട്ട് സർവീസ് അങ്ങോട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ സംഘാടക സമിതിയിലുള്ള ആളാണ്? അതെ അതെ. ഇത്തവണ എത്രത്തോളം ആളുകളാണ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കോട്ടയത്തെ ഏറ്റവും വലിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ രീതിയിൽ തന്നെ 12 മണി വരെ കാണും. ഓക്കെ. നിങ്ങൾ ചേട്ടൻ ഇതേപോലെ 12 മണി വരെ കാണും? ഓക്കെ, 12 മണിയല്ല, ഞങ്ങൾ വെളുപ്പിനെ പോകത്തുള്ളൂ. ഇതേപോലെ കാണും? ഇതുപോലെ തന്നെ കാണും. എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ? ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? ആഘോഷങ്ങൾ കണ്ടില്ല, ഇപ്പൊ തുടങ്ങാൻ പോകുന്നുള്ളൂ. നമ്മൾ അടിച്ച് പൊളിക്കാൻ പോകുന്നു. പൊളിക്കുള്ള പരിപാടിയാണ്. അടിച്ച് പൊളിക്കുക. സാധാരണ കൊച്ചിയിലൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ പരിപാടികൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കോട്ടയത്തെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു കൊച്ചിയിൽ മാത്രമേ പരിപാടിയുള്ളൂ ന്യൂ ഇയറിന്. എല്ലാവരും കൊച്ചിക്ക് പോകാറാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് കോട്ടയത്ത് നമുക്ക് ആയാലെന്താണ്. നമ്മൾ കൊറോണയ്ക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. കൊറോണ വന്ന് 3-4 വർഷം പോയി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തി. ഇപ്പോൾ ലാസ്റ്റ് ഈ പ്രാവശ്യം ഇച്ചിരി നല്ല അടിപൊളിയായിട്ട് നടത്തി. ഇപ്പോൾ ഇച്ചിരി റീച്ച് കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിൽ നല്ല ആളായിരുന്നു. ഈ പ്രാവശ്യം ഇതിനപ്പുറം അടുത്ത വർഷം അടിപൊളിയായിട്ട് നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അത് തന്നെ ഞങ്ങളുടെ വലിയ വിജയം. പാപ്പാഞ്ഞ കത്തിക്കുന്ന ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റാണ് പാപ്പാഞ്ഞ കത്തിക്കാൻ പോകുന്നത്. വിജയപുരം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേട്ടനാണ് പാപ്പാഞ്ഞ കത്തിക്കാൻ പോകുന്നത്. ഈ 1.25 ലക്ഷമൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയാൻ പാടുണ്ടോ ചേട്ടാ? സത്യത്തിൽ അത് നമ്മുടെ ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനല്ലേ. നമ്മുടെ ജനങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ലക്ഷങ്ങൾ മുടക്കി 2024 യാത്രയിൽ നമ്മുടെ വിജയപുരത്തെയും കോട്ടയം ജില്ലയിലുള്ള എല്ലാ ജനങ്ങളെയും സന്തോഷിപ്പിക്കുക. നമുക്ക് നല്ലൊരു വർഷം, ഒരു പുതുവർഷ പുലരി അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആഹാരാർത്ഥം കഷ്ടപ്പെടുന്നത്. വലിയൊരു സംഘാടക മികവിൻ്റെ ഭാഗമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷമാണ് കോട്ടയത്ത് നടക്കാൻ പോകുന്നത്. സാധാരണ മിനി വേർഷൻ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെയുള്ള ഒരു ആഘോഷം കോട്ടയത്തേക്കും എത്തുകയാണ്. അപ്പം 2023 വിട പറയാൻ ഒരുങ്ങുകയാണ് ലോകം മുഴുവൻ. പല സ്ഥലങ്ങളിലും വിട പറഞ്ഞു കഴിഞ്ഞു. 2024 വരവേറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ, മനോഹരമായ ദൃശ്യങ്ങൾ, ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.